ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന, ദോശയുടെ, ഇഡലിയുടെ, അപ്പത്തിന്റെ ഏതിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു കറിയാണ്. നമുക്ക് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. 4 ഉരുളക്കിഴങ്ങും ഈ സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് എപ്പോഴും നമ്മൾ വെള്ളത്തിൽ തന്നെ ഇടണം, അല്ലാതെ എടുത്തു വെച്ചിരുന്നാൽ അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോകും. ഇനി വേണ്ടത് സവാളയാണ്. ഞാൻ 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ സൈസിലാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, പെരിഞ്ചീരകവും പട്ടയും ഏലക്കയും എല്ലാം കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് തേങ്ങാപ്പാല്, കടുക്, കറിവേപ്പിലയും വറ്റൽമുളകും, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആദ്യം ഒരു കുക്കറിലേക്ക് ഇടാം. സവാള ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർക്കണം. നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ ഒരുപാട് ചാറായിപ്പം, കാരണം തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. കുക്കർ അടയ്ക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് കുക്കർ അതിലേക്ക് വെക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. മുളക് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഞാൻ വെള്ളം പിന്നീട് ചേർത്തിട്ടേ ഇല്ല. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചപ്പം ചേർത്ത വെള്ളമേ ഉള്ളൂ, വേറെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്. അപ്പൊ അല്പം ഒന്ന് തിളച്ച് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റട്ടെ. തേങ്ങാപ്പാൽ വേണ്ടെന്നുള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ശരിക്കും. ഉരുളക്കിഴങ്ങ് കറി നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഇപ്പൊ ദോശയ്ക്കോ ഇഡലിക്കോ ഇടിയപ്പത്തിനോ അപ്പത്തിനോ ഏതിന്റെ കൂടെ, ചപ്പാത്തി ഏതിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ കറി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി ഉപ്പ് പാകമാണെന്ന് നോക്കട്ടെ. ഒരു 1/2 സ്പൂണും കൂടെ ഇടുന്നുണ്ട്. ഒരുവിധം ചൂടാവണം. ചൂടായി തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടോ? അല്ലെ? എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും നല്ലൊരു വിഭവമായി